ഫോളോ 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 അടിച്ച് ഒക്കപ്പ്. അടിച്ചടിച്ച് കഴിച്ചു. അടിച്ചടിച്ച് ഗൈസ്. ഷോൺ ഗൈസ് ഹെവി ഹെവി. ചെടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഗൈസ്. എടാ മോനെ ഗൈസ്. ചേറല്ലോ ഇതിലും. അപ്പോൾ ഗൈസ് നമ്മുടെ പ്രീമിയർ റീലിലെ സകല പ്രത്യേകതയോട് കൂടി അതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കിടിലൻ ബൈക്കാസ് റീൽ പരിചയപ്പെട്ടാലും ഇവനാണ് ആയിട്ട് നമ്മുടെ ആർക്കെക്സിന്റെ എക്സിഡോസ് DC എന്ന് പറയും. സംഭവം കിടുവാണ് ഗൈസ്. പ്രീമിയർ റീലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ പ്രീമിയം, അതായത് നമ്മുടെ ഷിമോനോ കൊറോഡോ DCയിലൊക്കെ കണ്ടത് ഒരു വിസിലിംഗ് സൗണ്ട് ഇല്ലേ, ആ സാധനം നമുക്ക് ഇവത്തിലും കിട്ടും. അതാണ് ഇതിന്റെ ഫസ്റ്റ് പ്രത്യേകത. സെക്കൻഡ് പ്രത്യേകത എന്ന് വെച്ചാൽ ഗൈസ് ഇതിന് ഡ്രാഗ് സൗണ്ട് ഉണ്ട്. ഇത് രണ്ടുമാണ് ഗൈസ് നമ്മുടെ പ്രീമിയം സെഗ്മെന്റിൽ 2 പ്രത്യേകതകൾ. അപ്പോൾ ബാക്കി സാധനം നമുക്ക് ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റീലിൻ്റെ ഒരു പാക്കിംഗ് തന്നെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് സാധനം പാക്ക് ചെയ്ത് വന്നേക്കുന്നത്. ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മലേഷ്യൻ ബ്രാൻഡാണ് ഗൈസ്. ഇവിടെ തന്നെ അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെക്സ് നല്ല കിടിലമായിട്ട് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഇവിടെ ആർക്കെക്സ് എക്സിഡോസ് DC എന്നും പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ റീലാണ്. അപ്പോൾ നമുക്ക് റീൽ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ ഇവനാണ് നമ്മുടെ റീൽ വരുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ നമ്മുടെ റീൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെച്ചാൽ വെറും 175 ഗ്രാമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കി പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതിന് മുമ്പ് ഗൈസ് ഇതിനകത്ത് കുറച്ച് പഞ്ചിങ് വരുന്നുണ്ട്. ആ പഞ്ചിങ്ങിൽ തന്നെ നമ്മുടെ ഈ റീലിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണ് ഗൈസ്, ആർക്കെക്സ് എന്നത് ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റിയും പിന്നെ അതിൻ്റെ ഇപ്പുറ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് അതിൻ്റെ ഗിയർ റേഷ്യോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ റീലിൻ്റെ ഡ്രാഗ് കപ്പാസിറ്റി വരുന്നത് 8 kg. ഇതിൻ്റെ ഗിയർ റേഷ്യോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:1 ആണ് ഗൈസ്. അപ്പോൾ ഇതിൽ കയറ്റാൻ പറ്റുന്ന ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഏകദേശം ഒരു 100 മീറ്റർ കയറാം. നമുക്കിപ്പോൾ MM-നനുസരിച്ച് അതായത് 0.28 mm ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 120 മീറ്റർ ഒക്കെ കയറാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പൂളാണ് നമ്മുടെ റീൽ വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റു 2 പ്രത്യേകത എന്ന് വെച്ചാൽ ആ വിസിലിംഗ് സൗണ്ടും ആ ഡ്രാഗ് സൗണ്ടാണ് ഗൈസ്. അത് രണ്ടും ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ പ്രീമിയം പ്രത്യേകതകൾ പറഞ്ഞില്ല, അതിൻ്റെ മെയിൻ ഒന്ന് ഈ ഒരു ഡ്രാഗ് സൗണ്ടാണ് കേട്ടോ. അതേ കേട്ടോണേ, ഇതാണ് നമ്മുടെ റീലിൻ്റെ ഡ്രാഗ് സൗണ്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് സൗണ്ട് ഞാൻ പുറകെ കേൾപ്പിച്ച് തരാം. നമ്മുടെ റീലിന്റെ പ്രൈസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2.9K ഒരു 3.5K ഇടയിലാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു റീൽ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിന്റെ ഡീറ്റെയിലും ഡിസ്കസ് ചെയ്യലും നമ്മുടെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു റീൽ കിട്ടിയ വീഡിയോയിലേക്ക് പോയേക്കാം. ഇപ്പോൾ സെറ്റാ കാശി ഇവിടെ ഫോളോ ആണെന്ന് തോന്നുന്നു കാശി. ഇല്ലടാ വാങ്ങിച്ചോ ഫോളോ പോലെ ഫോളോ 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 അടിച്ച് ഉക്കപ്പ് ഗൈസ്. മാന്താ പൈറ്റം ഫിഷോൺ കിടില ഒരു നാട്. ഇവിടെ കിടില നാട്. കാശി അവിടെ ഫോട്ടോ എടുത്തു തരുമോ? കിടില പൈറ്റ് വീഡിയോ ആടാ, റെക്കോർഡല്ലേ? ഇവിടെ റെഡ് കത്തുന്നില്ലേ? ആടാ യൂട്യൂബ് ചാനലാണ്. എടാ ഒരു കവർ തരുമോ? നമ്മുടെ ഇതാ ലൂർക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റിൽ ഇത് ഹെവി സാധനമാണ്, അത്യാവശ്യം കൊള്ളാമെന്നാണ് വരാല്. അത് നമ്മൾ കവറിലിട്ട് സേഫ് ആക്കണം, എന്നിട്ട് ഫ്രോ എടുക്കണം. എന്നിട്ട് ലൂർക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് കാശിക്ക് ഇപ്പം കൊടു കൊടു കിടി 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 എടുത്തേ. നമ്മളെ കാശിക്ക് മീൻ അടിച്ചിട്ടുണ്ടേ. ഏടാ മോനെ അപ്പ് പുഷ്പ സീ സാറ് കിഡിലെ വരാല്ലേ കേട്ടോ. എടാ റോഡ് പിടിച്ച് തന്നെ അത്യാവശ്യം കൊള്ളാന്നായിട്ട് നമ്മുടെ ലൂർക്രാഫ്റ്റ് ബോയ്സ് നമ്മുടെ 2ാമത്തെ മീൻ കാശി പിടിച്ചാണ്. അത്യാവശ്യം ഒരു 1/2 കിലോ വരുന്ന സാധനം ലൂർക്രാഫ്റ്റ് ബുള്ളറ്റ്.
ഇത് മീനുണ്ട്. ആ കൊടു വൈസ് കാശിക്ക് രണ്ടാമത്തെ മീനെ. അവിടെ നല്ല മീനാണ് കേട്ടോ. ചെറുക്കനായിരിക്കണം ദൈവമേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അങ്ങനെയാണ് ചെറുക്കൻ്റെ. ഹെവി 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 ഏടാമോ ഏത് കറങ്ങുന്നില്ലെന്ന്. എടാ നീ അതന്നെ തരാം. നീ കൈ മാറി യൂസ് ചെയ്യുന്നുണ്ടോ വൈസ്? ചെറുക്കൻ്റെ രണ്ടാമത്തെ മീന് ഹെവി വരാല്. അവിടെ ഒന്ന് പിടിച്ച് കിടിലായിട്ട് നമ്മുടെ ലൂൾ ക്രാഫ്റ്റിനും ബുള്ളറ്റിനും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ മീന് 1.5 കിലോ പ്ലസ് ആയിരുന്നു. അടിച്ചടിച്ച് കഴിച്ചു. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ കാശിയുടെ ഞങ്ങളുടെ ടോട്ടലി 4ാമത്തെ മീൻ. അടി കണ്ടപ്പോൾ ഹെവി ആണെന്ന് തോന്നിയാലോ കാശി? കിടില മീനാണെന്ന് വിചാരിച്ചു. ബട്ട് നമ്മുടെ റിയൽ ബാരിയർ ബോൾട്ട് കേട്ടോ. നമ്മുടെ റിയൽ ആർക്കിക്സിൻ്റെ എക്സിഡോസ് DC സെയിം സാധനം കേട്ടോ. ആ കിട്ടിയടാ ഒരു മീഡിയം സൈസ് വരെ. ആ നിന്റെ പേരെന്തുവാടാ? നിന്റെയോ? സൂരജ്. ഞങ്ങളെ കുടുംബത്തെ അമ്മ മാത്രമേ ഉള്ളൂ 6, ബാക്കിയല്ലേ. അത് ലീഡല്ലേ ബ്ലൂറോ കാർബൺ എന്ന് പറയും. ഒരു മീഡിയം സൈസ് വരായിരുന്നു. അവൻ്റെ അടി ഒരു കിഡിലെ ഹെവി അടിയായിരുന്നു കേട്ടോ. ആ റെക്കോർഡാ, കുഴപ്പമില്ലല്ലോ വീഡിയോക്കകത്ത് വരുന്നേ. വീഡിയോ ഞാൻ ഫേമസ് ആക്കോടാ. ഇവനാണ് ഇവിടുത്തെ മെയിൻ ആള്. നീ കയറി നോക്ക്, ഞാൻ പറയത്തില്ല. ഫിഷിംഗ് ബ്രോസ് സെർച്ച് ചെയ്ത് കയറി നോക്കി. ഫിഷിംഗ് ബ്രോസ്. ഫ്രോക്സ് അല്ല ബ്രോസ്. എടാ കാശിക്ക് സാധനത്തെ കിട്ടിയിട്ടുണ്ട്. തുപ്പോടാ ഇതെന്റത്. ഒരു തരാം വിഷമിക്കല്ലേ. ഓക്കെ ഫോളോ അടിച്ച് ഫുക്കാപ്പ്. Yes, it's a manda fish. കുഞ്ഞു മീനാണ് കഴിച്ചത്, കുഞ്ഞു മീൻ. ഗത്തരരി തത്തരരി ദത്തരരി എങ്ങോട്ട് നോക്കി കശി ബത്തര. അപ്പം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് മീനെ കേട്ടിട്ടുണ്ട്. കാണിച്ചാടാ, പൊക്കി കാണിച്ച കുഞ്ഞാ. റിലീസിങ് സൈസ് അല്ല, കുഴപ്പമില്ല. നീ എടുത്ത ആ വണ്ടിയുടെ അതിനകത്ത് ചാക്കുണ്ട്, അതിനകത്തിട്ടു. കുഞ്ഞെ ഫസ്റ്റ് സ്കോർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി എൻ്റെ വീഴാണ്. സോ ട്രൈറ്റ്. എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഗൈസ് ഞാൻ ഐസിൽ വെയിറ്റ് ഉണ്ടോ നോക്കുമായിരുന്നു. അത് കുഴപ്പമില്ല, തിരിച്ചിടാൻ പറ്റുന്ന സാധനം ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല അതിൽ വരാൻ. ഒരു ഇന്ന് ലിപ് ഗ്രിപ്പർ എടുത്തില്ല. ഒരു 200-250 ഗ്രാം വരുന്നുണ്ട്. ആ ഇന്നലെ 2 കിട്ടി. ഇന്ന് ഒരെണ്ണം കൂടുതൽ 3 കിട്ടി. ചൂണ്ട കൈക്ക് തന്നെ പറ്റിയ അച്ഛൻ്റെ. ഇത് റബ്ബറിന്റെ സാധനം. മീൻ അടിക്കുമ്പോൾ ഇത് ചുങ്ങും. ഇതിനകത്തെ ചൂണ്ടായിരിക്കും കണ്ടോ. അങ്ങനെ കിട്ടുന്നു. നമ്മുടെ കുഞ്ഞിന് മീൻ അടിച്ചിട്ടുണ്ട്. പയ്യൊന്ന് എടുത്തോട്ട് പോവാ. ഒരു കിടില നാടൻ കേട്ടോ. എൻ്റെ അളിയ മപ്പ് സാധനം മഞ്ഞ കളർ കയറിയിരിക്കുന്നത്. കിടില നാടൻ. ഈ അവൻ്റെ കണ്ണിലട കയറിയിരിക്കുന്നത്. അത് അത്ര പടച്ചിൽ പടച്ച ഇതുണ്ടല്ലോ. കിടില നാടൻ. അതിൻ്റെ കളർ കണ്ടില്ല, മഞ്ഞ സാധനം. കൊള്ളാട കഴിഞ്ഞ പൊളി. ഈ സൈഡിൽ നിന്ന് അടിച്ചോ. ഓക്കെ, ആ ചാക്ക് പറക്കും അതിനകത്തിട്ടേക്ക്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് കേട്ടോ. അപ്പോൾ ഈ നമ്മളിത് കാട് കയറി മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ
ആർടെക്സിൻ്റെ എക്സിഡോസ് DC ഒക്കെ ആയിട്ട് നമ്മളിവിടെ കാശി വേറൊരു പയ്യനുണ്ട് കേട്ടോ. ഇവനാണ് നമ്മുടെ കാശി. നമ്മുടെ എന്താ ഫസ്റ്റ് ഹൈവേ. അടിച്ചടിച്ച് ഗൈസ് ഷോൺ. വരാല്. പിന്നെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട്. മീനെ കാണിച്ചിടാം. ഇതേ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ, വൈകുന്നേരത്തെ ഫസ്റ്റ് മീൻ കേട്ടോ. അത് നമ്മൾ ബുള്ളറ്റ് ഉണ്ടല്ലോ, കിടിലം ഹുക്കപ്പ്, ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ്, കിടിലം സാധനം. നമ്മൾ നേരെ നമ്മുടെ ചാക്കിനകത്തോട്ടോ. കുഞ്ഞിന് മീൻ എടുത്തടാ, കുഞ്ഞിന് മീൻ എടുത്തടാ. അതേ ഗൈസ്, കുഞ്ഞിന് മീൻ ഇടിച്ചിട്ടുണ്ടേ. ദേ കുഞ്ഞിന് സീറ്റ്, കുഞ്ഞിന് അങ്ങനെ മീൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ട് വാ, ലിഫ്റ്റ് ചെയ്തോണ്ട് വാ. പോയി ഊര്. അറിയത്തില്ല മറ്റേ സാധനം ഇല്ലേ? ഇല്ല, ലിപ് ഗ്രൂപ്പർ എടുത്തില്ല. നാളെ തൊട്ട് വരുമ്പോൾ ലിപ് ഗ്രൂപ്പർ കൊടുത്താണ്. എൻ്റെ അളിയ കാശി സ്മാന്താ പോവാൻ. ഷേടാ മോനെ സീനാട്. ആ ചാക്കുമായിട്ട് വണ്ടി എടുത്തിട്ട് വാ. ഉയ്യോ മാന്താ പൈറ്റും കഴിച്ച്, മാന്താ പൈറ്റും. അയ്യോ ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. ആ ഓക്കെ, മപ്പ് സാധനം എന്തായാലും ഒരു 1 kg പ്ലസ് കാണും കേട്ടോ. നമ്മുടെ ആർക്കെക്സിൻ്റെ DC കിഡില എവിടെയായിരുന്നു, കിഡില ഫൈറ്റ് ആയിരുന്നു. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് കേട്ടോ, മപ്പ് വരാൽ സീനായിട്ട് എന്തായാലും കൊള്ളാം കേട്ടോ. പിന്നെ നേരെ ഹുക്ക് റിമൂവ് ആക്കിയിട്ട് ഇപ്പോൾ ഇതുണ്ടല്ലോ, നമ്മുടെ ലൂർ ക്രാഫ്റ്റ് ബുള്ളറ്റ് 2 ഹുക്കും കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, കിടില മീൻ, എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ല ഒരു 1 kg പ്ലസ് വരുന്ന ഒരാൾ. ഇതൊക്കെ കണ്ട പിന്നൊക്കെ കണ്ട മീൻ ഒരാളെ കിട്ടി വരണം. മൂന്നാമത്തെ മീൻ പിന്നെ വന്ന് ഞാൻ കണ്ട് ആ പോക്കളം. ആ ആ ആ ഓ ഗൈസ്, നമ്മുടെ അടുത്ത മീന് ആ ഓക്കെ ഓക്കെ. നമ്മുടെ ഇന്നത്തെ 3ാമത്തെ വരാം അല്ലേ, ലൂർ ക്രാഫ്റ്റ് ബുള്ളറ്റ് ഗൈസ്. കണ്ടല്ലോ കിട്ടില്ല വരാലോ കേട്ടോ, എല്ലാം കയറുന്ന മീഡിയം സൈസ് കിട്ടില്ല സാധനം. ഇവനൊരു 1/2 kg പ്ലസ് വരുന്ന സാധനം കേട്ടോ. മീനെ കണ്ടല്ലോ. ഇപ്പറേ വരുന്നോ? വാടാ കാശി. ഫിഷ് ഓൺ. നമ്മുടെ ഇന്നത്തെ 5ാമത്തെ വരാം അല്ലേ, മപ്പ് സാധനം. കുഞ്ഞി ആംഗ്ലറിനെ കണ്ടോ അണ്ണ? അണ്ണൻ്റെ പേരെന്തോ അണ്ണ? ആ എനിക്ക് ചാനലുണ്ട്, പേര് പറ. ജെയ്ക്കോ. എൻ്റെ പേര് അപ്പു, ഫിഷിംഗ് ബ്രോസും ചാനൽ കയറി നോക്കണം, നിൻ്റെ വീഡിയോ വരും. ഓക്കെ ശരി, എല്ലാം കിട്ടിയിട്ടുണ്ടോ?
ഇതുവരെ പിടിച്ചിട്ടില്ല. അതൊക്കെ കാശ് അപ്പോഴും ഇപ്പോഴും എല്ലാം ഏറ്റി വാങ്ങി നിൽക്കും. യെസ്, കാശിക്ക് മീൻ അടിച്ചേ. യെസ്, പോവല്ലേ പൊന്നെ. ആ കൊള്ളാടാ, ദൈവമേ കയറണേ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ മിഷൻ സക്സസ്ഫുൾ. നമ്മുടെ റിയൽ വാരൻ്റെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബോൾട്ടിൽ ബുള്ളറ്റേൽ വായുടെ ഈ സൈഡിലായിട്ടാണ് ഹുക്കപ്പ് ആയിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാമെന്നൊരു വരാൻ നമ്മൾ നയിച്ചിട്ട് ഹുക്ക് റിമൂവ് ആക്കി നേരെ നമ്മുടെ ബനത്തിടും. ഒരു 100 ഗ്രാം ഇത്ര വരുന്ന വരാൽ. കാശിയാണ് എൻ്റെ ഫസ്റ്റ്. അവിടെ ഞാൻ ഇത് എവിടെ കൊണ്ട് കൊടുത്തു? യെസ്, അത്യാവശ്യം കൊള്ളാമെന്നൊരു വരാൽ. മുകളിൽ കയറിയപ്പോൾ ആൾ തനിയെ ഹുക്ക് റിമൂവ് ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ്. ഓ ഗൈസ്, അടിച്ചടിച്ചടിച്ചടിച്ച് ലൈവിൽ നമ്മൾ മീൻ പിടിച്ച് ഗൈസ്. അണ്ണാ ലൈവാ കേട്ടോ. നമുക്ക് ലൈവിൽ രണ്ടാമത്തെ മീനെ കിട്ടിയിട്ടുണ്ട് ഉച്ച സമയത്ത്. കിടില നാടൻ കേട്ടോ, കിടില നാടൻ ഗൈസ്. ഇത് ലൈവിൽ നമ്മൾ മീനെ കിടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ സാധനം. 2 മീൻ കിട്ടിയിട്ടുണ്ട്. കിടില വരാറ് സീനായിട്ട് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന് പറയേണ്ട സാധനം കേട്ടോ. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്കിത് ഈ ഒരു മീൻ അടിച്ച സൗണ്ട് അല്ലേ കണ്ടാലും കിടില വരുന്നതാണ്. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ. 2 കിടില നാടനെ കിട്ടിയിട്ടുണ്ട്. ഒരുത്ത മീനാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇട്ടിട്ട് ഇത് നമ്മുടെ ലൂർ ക്രാഫ്റ്റ് ബുള്ളറ്റ് ഉണ്ടല്ലോ. എൻ്റെ കിടില റിസൾട്ട് ഉണ്ട്. അയ്യോ അതുകൊണ്ട് പൈസ ആ മീൻകൂടിനകത്തൊരു കൊക്ക് കയറി കുടുങ്ങിയിരിക്കുകയാണ്. നൈസിലാനെ ഊരിടാൻ നോക്കാം. കുഞ്ഞൻ കൊക്ക് സേവാക്കാൻ പറ്റുമോ അറിയില്ല. ട്രൈ ചെയ്യാം. കുഞ്ഞ സാധനം. ഈ ഊട്ടെ കൂടി പുറത്തോട്ട് വരത്തില്ല. വിട്ട് കുഞ്ഞ സാധനം ചെയ്തുകൊണ്ട് ഓക്കെ. ബൈ. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഗൈസ്. എടാ മോനെ ദേ എന്നാന്നൊരു പിടുത്തമില്ല. ഹെവി ഗൈസ്, ഹെവി. എന്തായാലും മൊപ്പ സാധനം. ചേറ ഗൈസ്. ചേറല്ല കേട്ടോ. എൻ്റെ അള്ളിയോ ഗൈസ്, ഇതിലും വലിയൊരു വരാൽ ഞാൻ കണ്ടിട്ടില്ല. ഹെവി സാധനം. അല്ലമ്മ വരാല്. എൻ്റെ മോനെ ഗൈസ്. അയ്യോ ഇപ്പം എടുത്തിട്ടില്ല. മീൻ്റെ വലിപ്പം കണ്ടോ. മാന്താപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗൈസ് മാന്താപ്പ്. ഒരു 2 kg പ്ലസ് വരുന്നത്. അല്ലമ്മ വരാല്. നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് വരും.
ഹെവി സാധനം പറഞ്ഞാൽ ഹെവി. ഇത് 1 കിലോ പ്ലസ് കാണും അമ്മ. ഇത് ഹെവി സാധനം എന്താ വരാല. മപ്പ് സാധനം കൈസ്, മപ്പ്. എന്താ റബ്ബറിൻ്റെ താവളാമ്മ. ഇത് കണ്ടു കഴിഞ്ഞാൽ അടിക്കും. ഉയ്യോ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരിട്ട് കാണിക്കാതെ. ഇത് നമ്മുടെ ഫ്ലോ ഊരിട്ടുണ്ട്. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് ഹെവി വരല്ലേ. ഇതാ ഇടുന്നത് ഹെവി. ഇവിടെ അടുത്ത് കടയുണ്ട്, ചാനശ്ശേരിയിലൊക്കെ കടയുണ്ട്, കടയിൽ നിന്ന് വാങ്ങിക്കാം. പൊടി ബസ് കുഞ്ഞിനത് മീനെ ഇവിടെ കൊള്ളാന്ന് പോയി. സെറ്റ് സെറ്റ് സെറ്റ്. കുഞ്ഞിനെ എങ്ങനെ സ്കോർ ചെയ്തേക്കും. നമ്മുടെ റിയൽ വാരൻ്റെ ബോൾട്ടിൽ 2 മീനെ പിടിച്ചിട്ടുണ്ട്. വലിച്ചു വരി പുറകോട്ടൂര്. അത്രേ ഉള്ളൂ. കിട്ടുന്നതിട്ടോ സെറ്റ് സാധനം അടി. അതെ അങ്ങനെ പിടിച്ചു, മുറുക്ക് പിടിച്ചു. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് വിട്ടോ, അവിടെ തന്നെ വിട്ടോ. കൈസ് നമ്മൾ കുഞ്ഞിനെ അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞ് റിലീസ് ചെയ്ത്. ഓക്കെ, ഇവിടെ അങ്ങോട്ടാണ്. മാന്താ പൈച്ച്. എടാ ഒരു കിറ്റ് ഒപ്പിക്കണം. കാശി നിന്റെ പണിയാണേ. കിറ്റ് ഒപ്പിച്ചതാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊയ്സ് കിഡിലൊരു വരല്ലേ. കുഞ്ഞിൻ്റെ ഒരു ചെറുങ്ങനെ പിടിച്ച് കയറ്റണം. ഒരു ഹെവി കാരണത്തെ പിടിക്കണം. അടിച്ച് ഗൈസ്. അങ്ങനെ ഞാനും ഇന്നത്തെ ഫസ്റ്റ് വരാല്ലേ. കുഞ്ഞ് വരാല്ലേ അല്ലേ. എടുക്കണോ? കുഞ്ഞ് വരാല്ലോ ഗൈസ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിയൽ വാരൻ്റെ പോയിസൺ അടിച്ച് നമുക്ക് റിലീസ് ചെയ്യണം. ഇനി കണ്ണിലൊന്നുമല്ലോ കയറിയിരിക്കുന്നത്. എന്നിട്ട് പോയി വളർന്നു വാ. അവിടെ ചെന്നിട്ട് ഒറ്റ പോക്ക്.